മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ 1 കൊറിന്തോസ് 1:10 ധ്യാനിക്കും. 1 Corinthians chapter 1 verse 10. സഹോദരരെ, നിങ്ങളെല്ലാവരും സ്വരച്ചേർച്ചയോടും ഐക്യത്തോടും ഏക മനസ്സോടും ഏക അഭിപ്രായത്തോടും കൂടെ വർത്തിക്കണമെന്ന് നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഒരു രാജാവിന് സമർത്ഥരായ 3 കുമാരന്മാരുണ്ടായിരുന്നു. പക്ഷെ സമർത്ഥരാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? 3 പേരും തമ്മിൽ കണ്ണെടുത്താൽ കണ്ടുപോകും. അത്ര ശത്രുതയാണ്. മക്കളുടെ ശത്രുതാ മനോഭാവം രാജാവിനെ ദുഃഖിപ്പിച്ചു. അവരെ നേരായ പാതയിലേക്ക് നടത്തണമെന്ന് നിശ്ചയിച്ച രാജാവ് തന്റെ വിശ്വസ്തനായ മന്ത്രിയെ മക്കളുടെ ചുമതല ഏൽപ്പിച്ചു. മന്ത്രി അതിബുദ്ധിമാനായിരുന്നു. അയാൾ രാജസദസ്സിൽ കുമാരന്മാരെ 3 പേരെയും വിളിച്ചു. മുന്നിൽ കെട്ടുകളാക്കി വെച്ചിരിക്കുന്ന കമ്പ് ചൂണ്ടിക്കാട്ടി മന്ത്രി പറഞ്ഞു, ഇതാ നിങ്ങളുടെ മുന്നിൽ ഒരു കെട്ട് കമ്പുണ്ട്. ഈ കമ്പുകൾ മുഴുവനും ഒന്നിച്ച് ആർക്ക് ഒടിച്ചു തരാനാകും? ഇതിനാണോ പ്രയാസം? എന്റെ കയ്യിൽ തരൂ. മൂത്ത രാജകുമാരൻ അത് വാങ്ങി ഒന്നിച്ച് ഒടിക്കാൻ നോക്കി. എന്നാൽ അത് ഒടിഞ്ഞില്ല. 2ാമനും 3ാമനും വെല്ലുവിളിയോടെ കെട്ട് ഒടിക്കാൻ ശ്രമിച്ചെങ്കിലും അവരും പരാജയപ്പെട്ടു. ഒടുവിൽ മന്ത്രി പറഞ്ഞു, നോക്കൂ, ഞാനിത് ഒടിക്കാൻ പോവുകയാണ്. അയാൾ കെട്ടിൽ നിന്ന് ഓരോ കമ്പെടുത്ത് ഒടിച്ചു തുടങ്ങി. അത് കണ്ടപ്പോൾ തങ്ങൾക്കും അത് സാധിക്കുമായിരുന്നെന്ന് കുമാരന്മാർ പരസ്പരം പറഞ്ഞു. മന്ത്രി ഉപദേശിച്ചു, ഈ കമ്പിലല്ല കാര്യം. നിങ്ങൾ 3 പേരും തമ്മിൽ വിഘടിച്ചു നിന്നാൽ നിങ്ങളെ 3 പേരെയും നിഷ്പ്രയാസം അയൽ രാജ്യത്തെ രാജാക്കന്മാർക്ക് തോൽപ്പിക്കാൻ കഴിയും. പക്ഷേ ഒറ്റക്കെട്ടായാൽ നമ്മെ തോൽപ്പിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ആ ഉപദേശം അവർക്ക് ബോധ്യമായി. പിന്നീട് അവർ ഒരിക്കലും പിണങ്ങിയിട്ടില്ല. ഐക്യമില്ലാത്ത രാജ്യത്തിന് നിലനിൽക്കാനാവില്ല. അച്ചടക്കത്തിലൂടെ മാത്രമേ ഒരു ഒരുമയുണ്ടാവൂ എന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞത് ഇത്തരണത്തിൽ ഓർക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.